ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഇത്തരത്തിലുള്ള ഒരു ഗാർഡൻ സ്പ്രെയർ ഉപയോഗിച്ച് എങ്ങനെ നമുക്കൊരു ഫോം വാഷർ അല്ലെങ്കിൽ ഫോം സ്പ്രെയർ വീട്ടിൽ നിന്ന് തന്നെ നിർമ്മിക്കാൻ നോക്കാനാണ്. അപ്പോൾ അതിനായിട്ട് വേണ്ടത് ഇത്തരത്തിലുള്ള ഒരു ന്യൂമാറ്റിക് ഗാർഡൻ സ്പ്രെയർ ആണ്. ഇത് നമുക്ക് ഓൺലൈനിൽ നിന്നോ അല്ലെങ്കിൽ മാർക്കറ്റിൽ നിന്നൊക്കെ മേടിക്കാവുന്നതാണ്. ഏകദേശം 150 രൂപ മുതൽ 200 രൂപ വരെയൊക്കെ ഉള്ളൂ ഇതിൻ്റെ ഒരു പ്രൈസ് വരുന്നത്. ഞാനത് 200 രൂപയ്ക്ക് മേടിച്ച ഒരു ഗാർഡൻ സ്പ്രെയർ ആണ്. അപ്പോൾ ഈ ഒരു ബോട്ടിലിനകത്തേക്ക് നമ്മൾ വെള്ളം ഒഴിച്ച് അതിനുശേഷം കുറച്ച് ഷാമ്പു ആഡ് ചെയ്ത് പ്രഷർ ലോഡ് ചെയ്ത് നന്നായിട്ട് ഷെയ്ക്ക് ചെയ്തതിനു ശേഷം പ്രഷർ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ഫോം വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫോം വരും. പക്ഷേ അതിനകത്തൊരു 80% വെള്ളമായിരിക്കും. അപ്പോൾ നമുക്ക് വേണ്ടത് ഇതിൻ്റെ അകത്ത് ക്രിയേറ്റ് ആവുന്ന ആ ഒരു ഫോം മാത്രം നമുക്ക് പുറത്തേക്ക് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് ചെറുതായിട്ടൊന്ന് മോഡിഫൈ ചെയ്യേണ്ടതുണ്ട്. അതെങ്ങനെയാണെന്നാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഒരു സ്ക്രബ്ബർ കൂടെ നമുക്ക് ആവശ്യമുണ്ട്. ഇത് മുഴുവനായിട്ട് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, അതിൻ്റെ ചെറിയൊരു പീസ് മാത്രം മതി. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഈ ഒരു ബോട്ടിൽ ഓപ്പൺ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ഒരു ബോട്ടിൽ മാറ്റി വെക്കാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ഇതിൻ്റെ നോസിൽ കാണാം. ഇവിടെ ഓപ്പൺ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ആ നോസിൽ റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ നോസിൻ്റെ ഉള്ളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ റബ്ബറിൻ്റെ വാഷർ കാണാം. ആ റബ്ബർ വാഷർ റിമൂവ് ചെയ്തതിന് ശേഷം ഈ ഒരു സ്ക്രബ്ബറിൻ്റെ ചെറിയൊരു പീസ് നമ്മളിവിടെ ഇളക്കി മാറ്റിയതിന് ശേഷം ചെറിയ ചെറിയ പീസായിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി കൊടുക്കാം. അപ്പോൾ നമ്മൾ ആ ഒരു നോസിലിൻ്റെ ഉള്ളിലേക്ക് ആ ഒരു സ്ക്രബ്ബറിൻ്റെ പീസ് കറക്റ്റായിട്ട് കയറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ചത് ഫിറ്റ് ചെയ്യാം. ആ റബ്ബറിൻ്റെ വാഷർ ഞാൻ ഇവിടെ ആയിട്ട് ഫിക്സ് ചെയ്തിട്ടുണ്ട്. കറക്റ്റായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. നോസിലിൻ്റെ അറ്റത്തായിട്ട് നമുക്കിവിടെ ഒരു വാൽവ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് വരുന്ന ആ ഒരു ഫോമിൻ്റെ ഫ്ലോ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ളൊരു വാൽവ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ നോസിൽ ഇവിടെ കറക്റ്റായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് തിരിച്ച് നമ്മുടെ കണ്ടെയ്നറിലേക്ക് ഫിക്സ് ചെയ്യാം. അതിന് മുന്നേ ആയിട്ട് ഇവിടെ നമുക്കൊരു ട്യൂബ് കാണാം. ഈ ട്യൂബിൻ്റെ കറക്റ്റ് ഇവിടെ ആയിട്ട് ഒരു ഹോള് നമുക്ക് ഇട്ട് കൊടുക്കണം. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോം കൂടുതലായിട്ട് ഇതിലൂടെ പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു ഹോള് നമ്മൾ ഇവിടെ ഇട്ട് കൊടുക്കുന്നത്. ഈ ഗ്യാപ്പിൻ്റെ തൊട്ട് താഴത്തായിട്ടില്ല, കുറച്ചും താഴത്തേക്കായിട്ട് ഇവിടെ ആയിട്ട് നമുക്കൊരു ഹോള് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളൊരു പിൻ ഉപയോഗിച്ച് ഇവിടെ കറക്റ്റ് ഒരു ഹോൾ ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മളിവിടെ കറക്റ്റായിട്ട് ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തിരിച്ച് നമ്മുടെ കണ്ടെയ്നറിലേക്ക് ഫിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നമുക്ക് വെള്ളം നിറയ്ക്കണം. ഒരു 3/4 ഭാഗത്തോളം നമുക്ക് വെള്ളം എടുക്കാം. അതിനുശേഷം കുറച്ച് ഷാമ്പൂ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നല്ല ഷേക്ക് ചെയ്തതിന് ശേഷം നമുക്കിതിൽ പ്രഷർ ലോഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫോം വാഷർ സ്പ്രെയർ മേക്കിംഗ് നല്ല സക്സസ്ഫുൾ ആയിട്ട് തന്നെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക. ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 2 ലിറ്റർ വെള്ളം കൊണ്ട് തന്നെ ഒരു കംപ്ലീറ്റ് മോട്ടോർ സൈക്കിൾ നമുക്ക് വാഷ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഷാമ്പും വളരെ കുറച്ച് തന്നെ യൂസ് ചെയ്താൽ മതി. വീണ്ടും മറ്റൊരു കണ്ടന്റുമായി നിങ്ങളുടെ മുന്നിൽ വരുന്നവരേക്കും ദിസ് ഈസ് അർജുൻ സൈനിങ് ഓഫ് ഫ്രം എ ഗ്രേഡ്.